ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുവാൻ കടന്നു വരികയാണ്. നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു ആധിപത്യം വഹിക്കുവാൻ നസ്രായനായ യേശു ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇന്ന് നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ കണ്ണുനീരുകളും നിന്റെ ദുഃഖങ്ങളുമെല്ലാം അവിടത്തേക്ക് കൊടുത്ത് ഇന്ന് വിമോചനം പ്രാപിക്കേണ്ട ഒരു രാത്രിയിലാണ്. ആകയാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. എല്ലാം ഏറ്റെടുക്കാൻ സന്മനസ്സുള്ള നസ്രായനായ മിശിഹ ഇതാ നിന്റെ ഹൃദയ കവാടത്തെങ്കിൽ മുട്ടി വിളിക്കുകയാണ്. നീ തുറന്നു കൊടുക്കണം. ദൈവത്തിനൊരു അത്ഭുതം ചെയ്യുവാനുണ്ട് നിന്റെ ജീവിതത്തിൽ. ദൈവത്തിനൊരു വീര്യ പ്രവൃത്തി ചെയ്യുവാനുണ്ട് ഇന്ന് നിന്റെ ജീവിതത്തിൽ. ഈ രാത്രിയിൽ നീ അത് സ്വന്തമാക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സന്തോഷത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടാം. യേശുവെ പോലുള്ളതനാരുള്ളൂ, തന്റെ സ്നേഹമരാൽ വർണ്ണിപ്പാനാവുമോ? യേശുവെ പോലുള്ളതനാരുള്ളൂ, തന്റെ സ്നേഹമരാൽ വർണ്ണിപ്പാനാവുമോ? കൃപയൊഴുക്കിടും അളവില്ലാതെ ദയയേകിടും അവനധികം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനമേശു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. പരസ്പരം നോക്കിയത് ചിരിക്കാം. എല്ലാവരും ചേർന്ന് ഒരു കുടുംബമായി സ്നേഹത്തോടെ ചേർന്ന് ആരാധിക്കാം. അത് ദൈവത്തിന് പ്രീതികരമത്രേ. സന്തോഷം പോരാ. സ്വാതന്ത്ര്യത്തോടെ പാടാം. കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു. ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു. ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു. രക്തസാവക്കാരി ശക്തി തൊട്ടറിയുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു. രക്തസാവക്കാരി ശക്തി തൊട്ടറിയുന്നു. എത്ര നല്ല ദൈവം നസ്രായനമേശു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനമേശു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. ചെറുതായി ആടിക്കൊണ്ട്
പിടിച്ച് കാര്യങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ആടിക്കൊണ്ട് വേണം. നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തനും. കാടലിന്മേൽ നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തനും. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും, പാപികൾക്കു രക്ഷയേകും പരിശുദ്ധനും. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും, പാപികൾക്കു രക്ഷയേകും പരിശുദ്ധനും. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അസുരത്തിൻ കരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. രണ്ട് സൈഡിലേക്കാണ് പഠിക്കാം. ജീവനോടെ, സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ ആരാധിക്കാം. ചിരിച്ചുകൊണ്ട് പറ. കരയുന്നു കവനെന്നും കരുണാമയൻ, കഴുതമേ കയറിയ രാജരാജനും. കരയുന്ന കവനെന്നും കരുണാമയൻ, കഴുതമേൽ കയറിയ രാജരാജനും. ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തുന്നവൻ, ഏഴകളെ പൊടിയിൽ നിന്നേറ്റുന്നവൻ. ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തുന്നവൻ, ഏഴുകളെ പൊടിയിൽ നിന്നേറ്റുന്നവൻ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. യേശുവെ പോലുന്നതരാരും സ്നേഹമാരാൽ വർണ്ണിപ്പാനാവുമോ? യേശുവെ പോലുള്ളവരാരുള്ളൂ, തന്റെ സ്നേഹമാരാൽ വർണ്ണിപ്പാനാവുമോ? കൃപയൊഴുക്കിടുമളവില്ലാതെ ദയയേകിടും അവനധികം. കൃപയൊഴുക്കിടും അളവില്ലാതെ ദയയേകിടും അവനധികം. ഓ എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. യേശുവേ, എല്ലാ മിഴികളും ഈ രാത്രിയിൽ അങ്ങയെ കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളാൽ നിറയ്ക്കണമേ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. അങ്ങയെ കുത്തിമുറിവേൽപ്പിച്ചവരും അങ്ങയെ പ്രതി മാറത്തടിച്ച് വിലപിച്ചവരും അങ്ങയെ ദർശിക്കുവാൻ ഇടയാകട്ടെ എന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഘോരേ ഘോരേ മഹത് കർത്താവേ മഹതം. ദൈവിക സാന്നിധ്യങ്ങളുടെ ഭവനങ്ങൾ നിറയട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഘോരേ ഘോരേ യേശുവേ, രാജാതി രാജനായി എഴുന്നള്ളി വരണമേ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന ഈ രാത്രിയിൽ അവിടുത്തെ കൃപയ്ക്കായി കാത്തിരിക്കുന്നു. അവിടുത്തെ പ്രത്യക്ഷീകരണത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ എഴുന്നേറ്റ് നടക്കുവാൻ, ശമിക്കപ്പെടുവാൻ, വ്യക്തികൾക്ക് മോചനം കിട്ടുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കിട്ടുവാൻ കർത്താവേ എല്ലാ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നപ്പാ. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോ, എന്റെ രക്ഷക, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, അങ്ങനെക്ക് മതിയായവനാണ്. കണ്ണുനീരിന്റെ നേരത്തും എന്റെ സുഖങ്ങളുടെ നടുവിലും എന്നെ പിരിയാത്ത സ്നേഹമാണ് യേശുവേ. അങ്ങേ ഞാൻ കാണുന്നു. ജീവിതം ഇതാ ചേർത്ത് വയ്ക്കുകയും നിന്റേതാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശു, അങ്ങനെക്ക് മതിയായവൻ. എന്റെ നാഥനായ കർത്താവായി വരണമേ. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, തീർന്നില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല,
നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ. യേശു എന്റെ പ്രാണപ്രിയൻ. 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 സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. 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 Glory, 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 Amma. മഹത്വം, 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 മഹത്വം. യേശുവേ, നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നമ്മൾ ജപമാലയിലേക്ക് കടക്കുകയാണ്. ഈ ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ശാലോം ടെലിവിഷൻ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സൂസൻ വർഗീസാണ്. സൂസനോടൊപ്പം നമുക്ക് ഈ നിമിഷങ്ങളിൽ ജപമാല ചൊല്ലി അനുഗ്രഹം പ്രാപിക്കാം. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിംഹാസനമേ സന്തോഷ കാരണമേ വാഗ്ദാന പേടകമേ സ്വലോകവാതിലേ വിജ്ഞാന സിംഹാസനമേ സന്തോഷ കാരണമേ വാഗ്ദാന പേടകമേ സ്വലോകവാതിലേ
പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ വിവേകവതിയാമമ്മേ വിനയത്തിൻ മാതൃകയേ വിവേകമതിയാമമ്മേ വിനയത്തിൻ മാതൃകയേ വിശ്വസ്തയാം കന്യകേ വിശുദ്ധിതൻ പൂർണ്ണതേ പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ മാലാഖമാരുടെ രാജ്ഞി ബഹുമാനപൂരിതയേ മാലാഖമാരുടെ രാജ്ഞി ബഹുമാനപൂരിതയേ ഞങ്ങൾക്കു സംഗീതമേ കൃപസംപൂരിതേ പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ ദിവ്യജ്ഞാനസിംഹാസനമേ സന്തോഷകാരണമേ വാദാനപേടകമേ സ്വർലോകവാതിലേ പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ പരിശുദ്ധ മാതാവേ പരലോകരാജ്ഞിയേ പരിശുദ്ധനേശുവിൻ സവിധേ മാധ്യസ്ഥമേകണമേ ഈ സ്തുതി ആരാധന നയിക്കുന്നത് ശാലോം ട്രസ്റ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ബിജു ദാനിയലാണ്. നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു കുറച്ച് സമയം കൂടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കാം. സ്തുതി ആരാധനയുടെ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തെ സന്ദർശിക്കുന്ന സമയമാണ്. നമുക്ക്
ഉള്ളു തുറന്ന ദൈവത്തെ ആരാധിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അവന്റെ കൃപകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നേടിയെടുക്കുവാനായിട്ടാണ് നമ്മളൊക്കെയും ഇവിടെ ആയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പെരുവണ്ണാമൂഴി ഗ്രാമത്തിൽ ശാലോമിന്റെ പ്രാർത്ഥനാ കൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കേരളത്തിലെ 14 ജില്ലകളിലും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേക ലക്ഷം പേര് ഈ പ്രാർത്ഥനയിൽ നമ്മോട് കൂടി ചേർന്നുകൊണ്ടിരിക്കുകയും, ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇതേ സംഭവം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അനേക ലക്ഷം ജനങ്ങളാണ് ഈ സമയത്ത് പ്രാർത്ഥനയിലായിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ ദൈവത്തമ്പുരാനാൽ നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളുടെ കൂട്ടായ്മയില ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നമ്മൾ ഏകരല്ല. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തന. എബ്രായർ 13:8 നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അപ്പോസ്തല പ്രവർത്തനം 4:12, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഏക നാമം, that is Jesus. അതാണ് യേശു. അവന്റെ സന്നിധിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതെ, അവനെ ദൈവമയച്ചതാ. തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് തന്റെ ഏകപുത്രനെ നൽകുവാൻ തക്ക വിധമാണ് അവൻ സ്നേഹിച്ചത്. യോഹന്നാൻ 3:16. നമുക്ക് ഈ വചനങ്ങൾ അറിയാം. പ്രിയമുള്ളവരെ, അവന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും അവനിലേക്ക് നമുക്ക് അർപ്പിക്കാം. ഈ രാത്രിയിൽ കണ്ണുനീരോടുകൂടി നീ ടിവിയുടെ മുൻപിലായിരിക്കുന്നുവെങ്കിൽ, ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അറിയുന്നവനാ അവിടുന്ന്. നിന്നെ ആശ്വസിപ്പിക്കുന്നവനാ. എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത കിടപ്പ് രോഗിയാണോ നീ? ഈ രാത്രിയിൽ ദൈവം നിന്റെ കിടക്കയുടെ അരികിലേക്ക് വന്ന് നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. കാരണം അവൻ മരിച്ച ലാസറിനെ 4 ദിവസങ്ങൾക്ക് ശേഷം ഉയർപ്പിച്ചവനാ. ഇന്നും ജീവിക്കുന്നവൻ. He is still alive. അതാണ് എബ്രായർ 13:8 നമ്മൾ വായിച്ചത്. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. That is Jesus, the mighty name. അവന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അവന്റെ വിടുതല നമ്മൾ പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. അവൻ എന്റെ കൂടെ നടക്കുന്നവൻ, എന്റെ നിത്യസഹായകൻ, എന്റെ സഹോദരൻ, എന്റെ സുഹൃത്ത്, എന്റെ പ്രാണപ്രിയൻ. യേശു എന്റെ പ്രിയനാണ്. മത്തായിയുടെ സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നിന്റെ മുഖം നിനക്ക് ഭാരമേറിയതാ, അത് വഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാ. ബട്ട് യു ആർ ലിസണിങ് ജീസസ്, ഇറ്റ് ഈസ് വെരി ഈസി. നീ ദൈവത്തെ ആശ്രയിച്ചാൽ, അത് യേശുവിനെ ആശ്രയിച്ചാൽ നിന്റെ ചുവട് ലഘുവായി തീരും. ബിക്കോസ് ഹി ഈസ് കാരിയിങ് ഫോർ യു. അതെ, കുരിശിൽ അതാണ് കാണുന്നത്. അവൻ പരാജയത്തിന്റെ പ്രതീകമായി ലോകം ചിത്രീകരിക്കും. അവൻ മരിച്ചവരിൽ ഉദ്ധാനം ചെയ്തവനാ. കണ്ടിട്ടില്ലേ കുരിശിത രൂപത്തിൽ 2 കരങ്ങളും വിരിച്ച് കർത്താവ് കിടക്കുന്നത്? അതിനൊരു അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. 2 കരങ്ങളും വിരിച്ചവൻ കിടക്കുകയാ. അവൻ മരിച്ചാലും നിന്റെ ആശ്രയമാണ്. നിന്നെ താങ്ങുവാൻ അവന്റെ തോളുകൾ അവൻ വിരിച്ചു നിർത്തിയിരിക്കുകയാ. അവൻ നിന്റെ ആവശ്യങ്ങളുടെ മുൻപില് അത്താണിക്കല്ലാണ്. മരിച്ചാൽ പോലും അതെ, അവൻ എന്റെ പ്രാണപ്രിയനായ ദൈവം. നമുക്കൊന്ന് ചേർന്ന് പാടി സ്തുതിക്കാം. എന്റെ കർത്താവേ, മരിച്ചാലും എന്നെ അനുഗ്രഹിക്കുന്നവനെ, ജീവൻ ചൊരിഞ്ഞ് രക്തം ചൊരിഞ്ഞ് എനിക്ക് വേണ്ടി രക്ഷയേകിയവനായ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നു. നീ എന്റെ പ്രാണപ്രിയൻ, നീ എന്റെ സ്നേഹിതൻ, എന്റെ ഭാരം വഹിക്കുന്നവനായ ദൈവമേ.
എന്റെ ഭാരം വഹിക്കുന്നവനായ ദൈവമേ, യു ആർ ദ മൈറ്റി ലോർഡ്. ശാന്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സ്നേഹിതനായവനെ, എന്നെ നന്നായി അറിയുന്നവനെ, എന്റെ സുഖമുള്ള കാലത്തും എന്റെ കണ്ണുനീർ നേരത്തും നീ മാത്രം മതി എന്റെ സ്നേഹിതനാണ്. നീ മാത്രം മതി എന്റെ പ്രാണനാഥനാണ്. അതെ, നീ എന്റെ കൂടെ നടക്കുന്നവൻ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ചേർന്ന് വിളിക്കാം. യേശു, എല്ലാ ആദരങ്ങളും തുറക്കട്ടെ. അവൻ എന്നെ അറിയുന്നവനാണ്. എന്റെ സുഖമുള്ള കാലത്ത് വേറെയൊന്നും എനിക്ക് വേണ്ട. എന്റെ യേശു മാത്രം. അവനെന്റെ സ്നേഹിതൻ. പുസ്തകം 33-ാം അധ്യായം 21-ാം തിരുവചനം. അവന്റെ മാംസം ക്ഷയിച്ചില്ലായിരിക്കുന്നു, മറഞ്ഞിരുന്ന അസ്ഥികൾ എഴുന്നു നിൽക്കുന്നു. അവന്റെ കഷ്ടതയിലെ കാലഘട്ടത്തില് അവന്റെ മാംസമെല്ലാം ക്ഷയിച്ചു. മറഞ്ഞിരിക്കുന്ന അസ്ഥികൾ എഴുന്നു നിൽക്കുകയാണ്. ലോകം പറഞ്ഞു, നിന്നെ ദൈവം ശിക്ഷിച്ചു, നീ ആശ്രയിച്ച ദൈവം എവിടെ? യോബിനെ ദൈവത്തെ നിഷേധിക്കുവാനായി ലോകം നിർബന്ധിച്ചു കൊണ്ടിരുന്നു. വീണ്ടും ഇതാ 25-ാം വചനത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ. യൗവനോന്മേഷത്തിന്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. 26-ാം തിരുവചനം. അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്റെ അവസ്ഥ എന്തായാലും അവൻ നിന്നോടൊപ്പം ഉണ്ടാകൂ. നീ അഴിഞ്ഞു പോയാലോ അതാണ് ദൈവത്തിന്റെ സ്നേഹം. സഹായിക്കാൻ ആരും കൂടെ കാണുകില്ല. അവൻ മാറാത്തവൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും
സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം നീ മാത്രം. കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നവൻ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഐശ്വര്യത്തെ സമൃദ്ധിയാക്കുന്നവൻ. ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സ്തുതിക്കാം കർത്താവിനെ. ഹല്ലേലൂയ. യേശുവേ. തളർന്നവനോടൊന്ന് ബലം നൽകുന്നു, വീണവനെ എഴുന്നേൽപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, വിശ്വസിക്കുക. ഈ രാത്രിയിൽ നീ അത്ഭുതങ്ങൾ കാണുകയാണ്. അഴുകിയ ലാസറിന്റെ കബറിടത്തിൽ നിന്നുകൊണ്ട് അവന്റെ സഹോദരിമാരോട് അവൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ ആ ക്ഷണം വിശ്വസിച്ചു. അപ്പോൾ തന്നെ അവരുടെ സഹോദരൻ ലാസർ ജീവൻ പ്രാപിച്ച് പുറത്തു വരികയാണ്. ഈ രാത്രിയിലും ദൈവമാതാ നമ്മളോട് പറയുന്നത്, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും നിന്നോടൊപ്പം ആയിരിക്കുന്ന നിന്റെ ദൈവം, അവൻ പറയുന്നു നിന്നെ സുഖപ്പെടുത്തുന്ന രാത്രിയാണിതെന്ന്. നിനക്ക് ജോലി നൽകുന്ന രാത്രിയാണിത്. നിന്റെ വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്ന രാത്രി, നിന്റെ പഠനത്തിന് ഉയർച്ച നൽകുന്ന രാത്രി, നിന്റെ ജീവിതത്തിന് ഉന്നമനം നൽകുന്ന രാത്രി, നിന്റെ കടഭാരങ്ങൾ എടുത്തു കളയുന്ന രാത്രി, വിൽക്കുവാൻ വെച്ചിരിക്കുന്ന വസ്തുവിന്റെ വിൽപ്പന തടസ്സപ്പെടുന്ന എല്ലാ ബന്ധനങ്ങളും കർത്താവ് ഈ രാത്രിയിൽ എടുത്തു മാറ്റുകയാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ രാത്രി നിന്റെ അനുഗ്രഹത്തിന്റെ രാത്രി, ഇത് ജീവന്റെ രാത്രി, സമൃദ്ധിയുടെ രാത്രി അനുഭവിക്കുകയാണ് നമ്മള്. ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാക്കി മാറ്റുന്ന ദൈവമാണ് നിന്നെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. നീ എവിടെയായിരുന്നാലും, ഭവനത്തിലായിരിക്കട്ടെ, സമ്മേളന ഹാളിലായിരിക്കട്ടെ, ഇവിടെ ആയിക്കൊള്ളട്ടെ, നിന്നെ ഈ രാത്രിയിൽ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ കരങ്ങളുടെ സ്പർശനം നിന്റെ ദേഹത്ത് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 43:10-11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ആരാണ് സാക്ഷി? എന്തെങ്കിലും ഏറ്റുപറയുന്നവനാണ് സാക്ഷി, സാക്ഷ്യപ്പെടുത്തുന്നവനാ സാക്ഷി. അതെ, ഞാൻ കണ്ടു എന്ന് പറയുക, ഞാൻ അനുഭവിച്ചു എന്ന് പറയുക, അതെ എനിക്കറിയാമെന്ന് പറയുക, സാക്ഷ്യം പറയുക. നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ഇത് നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല, ഇത് ഞാനും തിരഞ്ഞെടുത്തതല്ല, ദൈവമാണ് പറയുന്നത് നിങ്ങൾ എന്റെ സാക്ഷികളാണെന്ന്. നമ്മളെ സാക്ഷികളായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞു വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. സാക്ഷികളെന്ന് ബഹുവചന പ്രകാരം പറഞ്ഞുവെങ്കിലും അത് പേഴ്സണലൈസ് ചെയ്യുന്നു. യു ദാസൻ, അതെ, നിന്നെ വ്യക്തിപരമായിട്ടാണ് ദൈവം ഈ രാത്രിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രിയമുള്ള സഹോദര സഹോദരി, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണെന്ന് പറഞ്ഞ ദൈവം വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, ഈ രാത്രിയിൽ നിന്റെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അത് ഞാൻ, അതെ ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. വീണ്ടും യെശയ്യാ 44:7 എനിക്ക് സമനായി ആരുണ്ട്? ദൈവം ചോദിക്കുകയാ. ലോകത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ചോദിക്കാൻ സാധിക്കുമോ? അഥവാ ചോദിച്ചാൽ തന്നെ അത് അവന്റെ കാലം കൊണ്ട് തീരുകയല്ലേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ചോദിച്ചിരിക്കുന്നു യെശയ്യാ പ്രവാചകനിലൂടെ 44:7 എനിക്ക് സമനായി ആരുണ്ട്?
ഇന്നും അനേകം പ്രഘോഷകര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കരങ്ങളുയർത്തി ചോദിക്കുകയാണ്, ദൈവത്തിന് സമനായി ആരുണ്ട്? ആരുമില്ല. കാലങ്ങളെ അതിജീവിക്കുന്നവൻ ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെയായ അവന് സമനായി ആരുമില്ല. ആ സമനില്ലാത്ത കർത്താവിനെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നന്ദിയോടുകൂടി ഉണർവോടുകൂടി അവൻ പകർന്നു നൽകിയ അനുഗ്രഹങ്ങളെ ആഹ്ലാദത്തോടുകൂടി കരങ്ങളടിച്ച് നൃത്തം ചെയ്ത് സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ പോലുന്നതനാരുള്ളൂ, തന്റെ സ്നേഹമരാൽ വർണ്ണിപ്പാനാവുമോ? യേശുവെ പോലുന്നതനാരുള്ളൂ, തന്റെ സ്നേഹമരാൽ വർണ്ണിപ്പാനാവുമോ? കൃപയൊഴുക്കിടും അളവില്ലാതെ ദയയേകിടും അവനധികം. ദൈവത്തിന്റെ മഹത്വം ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ കാര്യങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ കാര്യങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കൊടുത്തവൻ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നു. അനുഭവിക്കാൻ നമുക്ക് സന്തോഷത്തോടെ വിശ്വാസത്തോടു കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരമിളക്കി കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരെ ശക്തി തൊട്ടറിയുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരെ ശക്തി തൊട്ടറിയുന്നു. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൽ കാര്യങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൽ കാര്യങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. അവൻ കടലിന്മേൽ നടന്നവനാ, ദാസനെ ഉയർപ്പിച്ചവൻ, അത്ഭുതങ്ങളുടെ ദൈവം. ഈ രാത്രിയിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ അവൻ കടന്നു വരികയാ. നിന്റെ ഭവനത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, നിന്റെ ശത്രുക്കളുടെ ജീവിതത്തിലേക്ക്, മിത്രങ്ങളുടെ ജീവിതത്തിലേക്ക്, തലമുറകളിലേക്ക്, മക്കളിലേക്ക്, ജോലിസ്ഥലത്തേക്ക്. ഹല്ലേലൂയ. കടലിന്മേൽ നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തൻ. ഒറ്റ വാക്കുകൊണ്ട് കടലിന്മേൽ നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തൻ. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും, ഭാവികൾക്ക് രക്ഷയേകും സർവശുദ്ധൻ. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും,
ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. മാറി മാറി കളിക്കാം എല്ലാവരും. കാലുകൾ മാറ്റി മാറ്റി ചവിട്ടാം. ദൈവം മഹത്വപ്പെടട്ടെ. അവരുകളായാലും ചെയ്യാം. കരയും ദുർക്കാവനെന്നും കരുണാമയൻ, കഴുതമേൽ കയറിയ രാജരാജനും. കാവലെന്നും കരുണാമയൻ, കഴുതമേൽ കയറിയ രാജരാജൻ. ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തുന്നവൻ, കേഴകളെ പൊടിയിൽ നിന്നേറ്റുന്നവൻ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. യേശുവെ പോലും നദനാരുള്ളൂ, തന്റെ സ്നേഹമാരാ വർണ്ണിക്കാനാവുമോ? യേശുവേ പോലുള്ളവനാരുള്ളൂ, തന്റെ സ്നേഹമാരാൽ വർണ്ണിക്കാനാവുമോ? കൃപയൊഴുക്കിടും അളവില്ലാതെ, ദയയേകിടും അവരധികം. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ താരങ്ങൾ, ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ
കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ തീരുമാനമായിട്ട് പറയാം, ഇതെല്ലാം ജീവിതത്തിന്റെ തീരുമാനമാണ് കർത്താവേ. ഞാൻ ഏറ്റു പറയുന്നു, എന്റെ സുഖമുള്ള കാലത്തും എന്റെ കണ്ണുനീർ, എന്റെ ഐശ്വര്യത്തിലും എന്റെ എന്റെ ഉയർച്ചയിലും എന്റെ തകർച്ചയിലും, എന്റെ രോഗത്തിലും എന്റെ സൗഖ്യത്തിലും, എന്റെ ഭാരത്തിലും എന്റെ ഭാരമില്ലായ്മയിലും മാത്രമടി. Yes, Lord.